അതായത് ax square plus bx plus c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഡിസ്ക്രിമിനന്റ് എന്താ? ഈക്വൽ റൂട്ട്സ് എന്ന അർത്ഥം അല്ലേ? സീറോസ് എന്ന് പറയുമ്പോൾ റൂട്ട്സ് എന്ന് തന്നെ. അപ്പൊ ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac എന്തായിരിക്കും? ഈക്വൽ ടു എന്താ? 0. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? നെഗറ്റീവ് 4ac അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ എന്താ? പോസിറ്റീവ് 4ac. അങ്ങനെയാണെങ്കിൽ അവിടത്തെ സിക്കും എക്കും ഏത് ഓപ്ഷനാണ് എടുക്കുന്നത്? നാല് ഓപ്ഷനാണ്. സി ആൻഡ് ഏതൊക്കെയാ? സിക്കും എക്കും ഓപ്പോസിറ്റ് സൈൻ ആയാലും ഇങ്ങനെ വരുമോ? ഇല്ല. സിക്കും ബിക്കും ഓപ്പോസിറ്റ് സൈൻ ആയാലും ഇങ്ങനെ വരുമോ? ഇല്ല. സിക്കും എക്കും സെയിം സൈൻ ആയാലും ഇങ്ങനെ വരും. ഇല്ലേ? ശരിയല്ലേ? എന്നാലേ വരുള്ളൂ. ഇല്ലേ? ശരിയല്ലേ? അപ്പം ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. കേട്ടോ? ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി. പറഞ്ഞു ചോദിച്ചു. ഇനി എന്താ? ഞാനൊരു നാലാമത്തെ ഓപ്ഷൻ വരുമോന്നാണോ സംശയം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി അല്ല, ബി സ്ക്വയർ ഇസ് ഈക്വൽ 4ac. ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4ac. അപ്പോൾ ബി എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് ഒരിക്കലും എന്ത് ചെയ്തില്ല. ബി എന്ന് പറയുന്ന സാധനത്തിന് നെഗറ്റീവ് വരുമോ? കാരണം ബി സ്ക്വയറാ. ബി സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് വന്നാലും അതെന്താ? ബിയുടെ വാല്യൂ എന്താവും? പോസിറ്റീവ് വരും. അപ്പൊ പിന്നെ ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ശരിയല്ലേ? ശരിയല്ലേ? ആണോ? ബി സ്ക്വയർ മൈനസ് 4ac is equal to 0 എന്നാ. ബി സ്ക്വയർ is equal to 4ac വരും. അവിടെ നമുക്ക് സിയും ബിയും സെയിം സൈൻ. ഞാൻ ചോദിച്ചില്ലേ, സിക്ക് ബി എന്ന് പറയുന്ന സാധനം എന്തായാലും പോസിറ്റീവ് വരും. കാരണം എന്താ? ബി സ്ക്വയർ എന്ന് പറയുന്ന സാധനം എന്താ? സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ബിക്ക് എന്തായാലും എന്തേ വരുള്ളൂ? ഒരു പോസിറ്റീവ് സംഖ്യ വരുന്നുള്ളൂ. ശരിയല്ലേ? പിന്നെ ആ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ സിയും എയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ എയ്ക്കും, കാരണം അങ്ങനെയല്ലേ വരുന്നേ. സീറോസ് ഓഫ് ദ ഇത് വരുന്ന സമയത്ത് ഒരു സൈഡിൽ ആരാ തന്നിരിക്കുന്നത്? ഒരേ സൈഡിൽ ആരെയൊക്കെ തന്നിരിക്കുന്നത്? ആര് തമ്മിലുള്ള കോമ്പിനേഷൻ തന്നിരിക്കുന്നത്? എയും സിയും തമ്മിലുള്ള കോമ്പിനേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള കോമ്പിനേഷൻ എടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഓപ്ഷൻ സി വരുള്ളൂ. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a minus b, a and a plus b are the zeros of polynomial. കോമയാണ്. a minus b, a plus b are the വീണ്ടും ട്രിപ്പിൾ വന്നു. വേണ്ട, അത് വേണ്ട. ഇല്ലല്ലോ, ട്രിപ്പിൾ അല്ലേ? 3 തേർഡ് ഡിഗ്രി ഇക്വേഷൻ. അത് വേണ്ട. ഇതൊന്നും നോക്കിയേ. The zeros of quadratic polynomial. X square plus ax plus a not equal to 0. അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വന്നിരിക്കുന്നത് cannot be positive, b cannot be negative, c വന്നിരിക്കുന്നത് are always unequal. അടുത്തത് d വന്നിരിക്കുന്നത് are always equal.
അതിന്റെ ആൻസർ എന്താ? cannot be negative, cannot be positive, are always unequal, are always equal. എന്താ വരിക? അതിന്റെ ആൻസർ cannot be positive. അതിന്റെ കാരണം എന്താ അറിയോ? cannot be positive കാരണം എന്താ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഇക്വേഷൻ എന്താ? x സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ ആണോ? ഇവിടത്തെ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എന്ത് കിട്ടും? മൈനസ് എ ബൈ 1 മൈനസ് എ കിട്ടത്തില്ലേ? അതേപോലെ ആൽഫ ബീറ്റ എന്ത് കിട്ടും? സി ബൈ എ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ബൈ 1 എ കിട്ടത്തില്ലേ? ഇത് രണ്ടെണ്ണം അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് എ ബീറ്റ നമുക്ക് എന്താ കിട്ടിയേ? മൈനസ് എ ആണ് കിട്ടിയത്. ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്താ കിട്ടിയത്? എ ആണ് കിട്ടിയത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ കിട്ടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എക്ക് എന്ത് വരാ? സമ്മിന് എന്ത് കിട്ടണം? സമ്മിന് നെഗറ്റീവ് വാല്യൂ കിട്ടണം. ശരിയല്ലേ? ആണോ? ശരിയല്ലേ? അപ്പൊ അതിന്റെ സീറോസ് എന്താകത്തില്ല? സീറോസ് നെഗറ്റീവ് ആകത്തില്ല. അപ്പൊ സീറോസ് പോസിറ്റീവ് വാല്യൂ പറ്റുള്ളൂ. ശരിയല്ലേ? ആണോ? ഓപ്ഷൻ എ ആണ്. ഓൺലൈൻ ഇരിക്കുന്നവർ മനസ്സിലാക്കിക്കോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അടിക്കും. Given that given that sin theta is equal to a by b, then tan theta is equal to നാല് ഓപ്ഷൻ ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ b divided by root of a square plus b square. അടുത്ത ഓപ്ഷൻ b divided by root of b square minus a square. അടുത്ത ഓപ്ഷൻ a divided by root of a square minus b square. നാലാമത്തെ ഓപ്ഷൻ a divided by square root of b square minus b divided by root of a square plus b square. രണ്ടാമത്തെ ഓപ്ഷൻ b divided by root of b square minus a square. മൂന്നാമത്തേത് a divided by root of a square minus b square. നാലാമത്തേത് a divided by root of b square minus a square. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാ? ഇങ്ങനെ വരുമ്പോ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ വരുമ്പോ എന്താ? ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഒരു തീറ്റ ഫിക്സ് ചെയ്യണം. എന്താ തന്നിരിക്കുന്നത്? സൈൻ തീറ്റ എന്താ തന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് a by b ആണോ? അപ്പൊ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് മാർക്ക് ചെയ്യണം, ഇത് ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇത് a ഇത് b. അങ്ങനെയാണ് ഇത് എന്ത് വരും? പൈതഗോറസ് തിയറം വെച്ച് എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാ? b സ്ക്വയർ പ്ലസ് ഫോർട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ b സ്ക്വയർ ആണ്. ഇതിന്റെ ബേസ് അറിയത്തില്ല. b സ്ക്വയർ പ്ലസ് ഫോർട്ടിറ്റ്യൂഡ് a സ്ക്വയർ
ഇങ്ങോട്ട് വരും ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ എന്താ ബേസ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ എന്താ ബേസ് ആണോ. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ടാൻ തീറ്റ കണ്ടുപിടിക്കാമല്ലോ. ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണോ. ഓപ്പോസിറ്റ് അഡ്ജസന്റ് എന്താ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സത്യോ ചെയ്തോ. നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു തീറ്റ അങ്ങ് മാർക്ക് ചെയ്യുക. തീറ്റ മാർക്ക് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിവിടെ എ ബൈ ബി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ തീറ്റയുടെ ഓപ്പോസിറ്റ് എയും ഹൈപ്പോട്ടന്യൂസ് ബി ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ ബേസ് ആണ്. ബേസ് സ്ക്വയർ അറിയത്തില്ല പ്ലസ് എന്താ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എ സ്ക്വയർ ആണ്. ഇതിങ്ങോട്ട് വരുമ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയറും അവിടുന്ന് ബേസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബി സ്ക്വയർ മൈനസ് എന്താണ് എ സ്ക്വയർ. അപ്പം നമുക്ക് ടാൻ കിട്ടും. ടാൻ എന്താ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്താ ബി ബൈ എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. ബി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ. ഓപ്ഷൻ എന്താ ഓപ്ഷൻ ബി. തെറ്റാണോ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ if 5 tan theta minus 4 is equal to 0. If 5 tan theta minus 4 equal to 0, then the value of ഇതാണ്, അതായത് വലിയൊരു സംഖ്യ ഡിവൈഡഡ് ബൈ താഴെ വലിയൊരു സംഖ്യ. ഓക്കെ, രണ്ട് ടേംസ് ആയിട്ട്. ആ മുകളിലത്തെ എഴുതേണ്ടത് 5 sin തീറ്റ മൈനസ് 4 cos തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 5 sin തീറ്റ പ്ലസ് 4 cos തീറ്റ ഈസ് ഡാഷ്. ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ ടാൻ തീറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക, 5നെ ഡിവൈഡ് ചെയ്യുക, ടാൻ തീറ്റ കിട്ടും. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു തീറ്റ മാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് മാർക്ക് ചെയ്തിട്ട് ബാക്കി കണ്ടുപിടിക്കാനുള്ളത് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ കണ്ടുപിടിച്ച് അവിടെ ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. പെട്ടെന്നായിക്കോട്ടെ.
എങ്ങനെയാ അവിടെ ആദ്യം 5 tan theta is equal to എന്താ 4 എന്നും tan theta is equal to എത്രയാ 4/5 എന്ന് എഴുതാം. അവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് എന്താ ഒരു ആംഗിൾ തീറ്റ എടുക്കുക, ഓപ്പോസിറ്റ് സൈഡ് എന്താ 4 എടുക്കുക, അഡ്ജസന്റ് സൈഡ് 5 എടുക്കുക. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. എങ്ങനെയാ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ എത്രയാ √5² + 4² ചെയ്താൽ മതി അല്ലേ. അപ്പം 25 പ്ലസ് എത്രയാ 60. അപ്പം √41 വരും. ആണോ? ആണ്. അപ്പൊ √41 ആണ് നമ്മുടെ എന്ത് ഹൈപ്പോട്ടന്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം sin തീറ്റ കണ്ടുപിടിക്കുക. sin തീറ്റ എന്താ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 4/√41. cos തീറ്റ എത്രയാ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 5/√41. ശരിയല്ലേ 5/√41 ആണല്ലോ. ഇനി നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ 5 sin തീറ്റ എന്ന് പറയുമ്പോൾ 5 × 4/√41 മൈനസ് ഇനി എന്താ 4 cos തീറ്റ എന്ന് പറയുമ്പോൾ എന്താ 4 × 5/√41 ആണല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ എന്താ അടുത്ത എന്താ താഴെ എന്താ 5 sin തീറ്റ എന്ന് പറയുമ്പോൾ എത്ര 5 × 4/√41 മൈനസ് അല്ല പ്ലസ് അല്ലേ. അടുത്ത എന്താ 4 × എത്രയാ 4 × cos ഇതെന്ന് പറയുമ്പോൾ എത്ര 5/√41 ആണല്ലോ. അപ്പൊ മോളില് നമുക്ക് എന്ത് ചെയ്യാം 5 × 4 20 ശരിയല്ലേ 20/√41 മൈനസ് 20/√41 ആണോ. ഡിവൈഡഡ് ബൈ എത്രയാ 20/√41 പ്ലസ് 20/√41. ഓൾറെഡി മോളിൽ 0 വന്ന സ്ഥിതിക്ക് താഴെ എന്താ എന്ത് വന്നെന്ന് പറഞ്ഞാൽ ആൻസർ എന്താ 0. അടുത്ത ക്വസ്റ്റ്യൻ if a plus b is equal to 90 degree then tan a tan b plus tan a cos b whole divided by sin a sec b whole minus sin square b by cos square a is equal to dash. ഡിവൈഡ് ചെയ്യാം. മോളിൽ എഴുതുന്നത് tan a tan b plus tan a cos b. If a plus b is equal to 90 degree, then tan a tan b plus tan a cos b അതിന് ഹോൾ ഡിവൈഡ് ബൈ sin a sec b. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇത്ര എഴുതിയതിന് മൊത്തത്തിൽ മൈനസ് അപ്പുറത്ത് എഴുതുന്നത് sin square b by cos square a. sin square b by cos square a is equal to dash. ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതാദ്യം നാളെ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്.
എടാ tan A tan B പ്ലസ് tan A കോഡ് ബി ആണ്. കോസ് ചെയ്താൽ കിട്ടുന്നില്ല. കോഡ് ബി ആണ്. ഞാൻ കോട്ട് എന്നാണോ തന്നെ കോസ് എന്നാണ് തന്നെ കോസ് ചെയ്താൽ കിട്ടത്തില്ല. tan A tan B പ്ലസ് tan A കോഡ് ബി എന്നാണ് എന്നാലേ കിട്ടുള്ളൂ. കോഡ് സ്ക്വയർ ബി ആൻസർ. കോഡ് സ്ക്വയർ ബി ആൻസർ. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ. പറഞ്ഞു തരാൻ പോവാണ്. ഇവിടെ നോക്കിയോ, ഇവിടെ കോട്ടാണ്. നമുക്കറിയാം എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിക്കണം. എ പ്ലസ് ബി 90 ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? അല്ല, ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? ബി ഈസ് ഈക്വൽ ടു 90 മൈനസ് എ ആക്കാമല്ലോ, അല്ലേ? ശരിയല്ലേ? ഓക്കെ. ഞാൻ എന്നിട്ട് മറ്റേ ഇക്വേഷനകത്ത് ഈ ബി ഉള്ളിടത്തെല്ലാം 90 മൈനസ് എ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കിയോ, ടാൻ എ കൊടുക്കുന്നു, ടാൻ ബിക്ക് വരെ എന്ത് കൊടുക്കുന്നു? ടാൻ 90 മൈനസ് എ കൊടുക്കുന്നു. പ്ലസ് വീണ്ടും ടാൻ എ കൊടുക്കുന്നു, കോഡ് ബിക്ക് പകരം എന്താണ്? കോഡ് 90 മൈനസ് എ എന്ന് കൊടുക്കുന്നു. കുഴപ്പമുണ്ടോ? ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എ സീക്ക് ബിക്ക് പകരം സീക്ക് 90 മൈനസ് എ എന്ന് കൊടുക്കുന്നു. തെറ്റാണോ? മൈനസ് സൈൻ ബിക്ക് പകരം എന്ത് കൊടുക്കുന്നു? സൈൻ സ്ക്വയർ 90 മൈനസ് എ ഡിവൈഡഡ് ബൈ എന്താ? കോസ് സ്ക്വയർ എ എന്ന് കൊടുക്കുന്നു. തെറ്റാണോ? ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണല്ലോ. എപ്പോഴും ആലോചിച്ചോണം, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. അതുപോലെ കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ ആണ്. ടാൻ 90 മൈനസ് തീറ്റ കോഡ് തീറ്റ ആണ്. കോഡ് 90 മൈനസ് തീറ്റ ടാൻ തീറ്റ ആണ്. സീക്ക് 90 മൈനസ് തീറ്റ കൊസീക് തീറ്റ ആണ്. കൊസീക് 90 മൈനസ് തീറ്റ സീക്ക് തീറ്റ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ടാനിന്റെ റെസിപ്രോക്കൽ എന്താ? കോട്ട്. അപ്പം ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോഡ് തീറ്റ നിങ്ങൾക്ക് എഴുതാം. സീക്കിന്റെ റെസിപ്രോക്കൽ എന്താ? അല്ല, സീക്കിന്റെ റെസിപ്രോക്കൽ കോസ്. അവിടെ മാത്രം അങ്ങനെ കൺസിഡർ ചെയ്യില്ലേ. സീക്കും കൊസീക്കും കൂടെ അവിടെ കോമ്പിനേഷൻ വരുന്നത്, റെസിപ്രോക്കൽ വെച്ചിട്ടല്ല. സൈനും കോസും കൂടാണ് കോമ്പിനേഷൻ. മനസ്സിലായോ? അങ്ങനെ റെസിപ്രോക്കൽ എന്ത് ചെയ്യാൻ പാടില്ല, റെസിപ്രോക്കൽ റിലേഷൻ വെച്ചിട്ട് എല്ലാം എടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയോ, ടാൻ എ എവിടെ കൊടുക്കും? അടുത്ത എന്താ? ടാൻ 90 മൈനസ് എ അല്ലേ? ടാൻ 90 മൈനസ് എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? കോട്ട് എന്ന് കൊടുക്കാം. ശരിയല്ലേ? ആണോ? ആണ്. പ്ലസ് വീണ്ടും ടാൻ എ cos 90 മൈനസ് എ എന്ന് പറയുന്നത്, സോറി, കോട്ട് 90 മൈനസ് എ എന്ന് പറയുന്നത് എത്ര? കോട്ട് 90 മൈനസ് എ എത്ര ആണ്? ടാൻ എ തന്നെയല്ലേ? അപ്പൊ ടാൻ എ ഇൻറ്റു ടാൻ എ എന്നായില്ലേ മുകളിൽ? അപ്പൊ മൊത്തം ടാൻ എ പ്ലസ് കോട്ട് എ പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ എ ആണോ? ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു സീക്ക് 90 മൈനസ് എ എന്താ? കൊസീക് എ അല്ലേ? ആണോ? മൈനസ് ഇനി സൈൻ സ്ക്വയർ 90 മൈനസ് എ എന്താ? കോസ് സ്ക്വയർ എ അല്ലേ? ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ. ശരിയാണോ? നമുക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണം ചെയ്ത് തരാം. ഇവിടെ നോക്കിയോ, നിങ്ങൾ ഓൺലൈനായിട്ട് നോക്കിയോ. ശരിക്കും ടാനയും കോട്ടയം റെസിപ്രോക്കൽ അല്ലേ? ടാനേനെ നമുക്ക് 1 കോട്ടയം എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പോയി. അതേപോലെ സൈനയും കൊസീക്കയും റെസിപ്രോക്കൽ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പോയി. അങ്ങനെയാണെങ്കിൽ മോളിൽ ഇവിടെ 1 വരും, പ്ലസ് ഇവിടെ ടാൻ ഇൻറ്റു ടാൻ ടാൻ സ്ക്വയർ വരും, ഡിവൈഡ് ബൈ താഴെ 1 മൈനസ് ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 1. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ വരുന്നത് നോക്കിക്കോളൂ, ഈസിക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്ലസ് 1 മൈനസ് 1 കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ എന്ന് വരുന്നു. എക്ക് പകരം ഞാൻ
90 മൈനസ് ബി എന്ന് കൊടുക്കാൻ പോവാണ്. ടാൻ സ്ക്വയർ 90 മൈനസ് ബി എന്ന് എഴുതും. ടാൻ സ്ക്വയർ 90 മൈനസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും കോഡ് സ്ക്വയർ ബി ആണ്. ഇതായിരിക്കും മോളിലെ ന്യൂമറേറ്റർ കിടക്കുന്ന കാര്യം പറഞ്ഞു. ന്യൂമറേറ്റർ കിടക്കുന്ന കാര്യം പറയണം. ടാൻ എ ആണോ? ടാൻ ബി. ടാൻ ബിക്ക് ഞാൻ ടാൻ 90 മൈനസ് എന്ന് എഴുതും. കുഴപ്പമുണ്ടോ? പ്ലസ് പ്ലസ് ആണോ? പ്ലസ് ടാൻ എ അടുത്ത ഇപ്പോഴത്തെ കോഡ് ബി ഞാൻ കോഡ് 90 മൈനസ് എന്ന് എഴുതാമോ? കുഴപ്പമുണ്ടോ? ഇല്ല. കോഡ് ഡിവൈഡ് താഴെ സൈൻ എ ഇൻടു sec b. sec b ഞാൻ sec 90 മൈനസ് പിന്നെ ഏതെങ്കിലും ചെയ്യാൻ കുഴപ്പമുണ്ടോ? sec മൈനസ് എന്താ sin സ്ക്വയർ b ഞാൻ sin സ്ക്വയർ 90 മൈനസ് a ഡിവൈഡ് ബൈ എന്താ cos സ്ക്വയർ. ഇവിടെ tan 90 മൈനസ് a എന്ന് പറഞ്ഞാൽ cot a ആണ്. അല്ലേ? പ്ലസ് tan cot 90 മൈനസ് എന്ന് പറഞ്ഞാൽ tan ആണ്. ഡിവൈഡ് ബൈ എടാ ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പൊക്കോണം. വെള്ളം കുടിച്ചാൽ ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നോക്കിയേ സൈൻ എ സീക്കിന്റെ സീക്ക് 90 മൈനസ് എ കൊസീക് എ മൈനസ് ഇവിടെ നോക്കിയേ ഇവിടെ കൊസീക് സോറി ഇവിടെ സൈൻ 90 മൈനസ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ ആണ്. ഡിവൈഡ് ബൈ എന്താ കോസ് സ്ക്വയർ ആണല്ലോ. ഇവിടെ നോക്കിയേ ടാൻ എന്ന് പറയുമ്പോൾ ടാനെയും കോട്ടയം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ. കോട്ടയിലെ നമുക്ക് 1 ബൈ ടാൻ എഴുതാം. ഇവിടെ ടാനെയെ നമുക്ക് 1 ബൈ കോട്ടയം എഴുതാം. സൈനെയും കൊസീക്കും റെസിപ്രോക്കൽ അല്ലേ. സൈനിനെ ഒന്ന് 1 ബൈ കൊസീക്ക് എന്ന് എഴുതാം. ബാക്കി ഇവിടെ 1 പ്ലസ് ടാൻ ഇൻടു ടാൻ ടാൻ സ്ക്വയർ താഴെ 1 ആണ് എഴുതുന്നില്ല. മൈനസ് ഇത് രണ്ടും കട്ട് ചെയ്താണ്. ഇത് രണ്ടും പോയി. ഇത് രണ്ടും പോകുമ്പോൾ ബാക്കി എന്ത് വരും? ടാൻ സ്ക്വയർ. അതിനെ ഞാൻ ടാൻ സ്ക്വയർ 90 മൈനസ് ബി എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ കോട്ട് സ്ക്വയർ എന്നാണ്. ഓൺലൈൻ ഓക്കെ ആണോ? ഓൺലൈൻ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ് സർ. If the circumference and the area of circle are numerically equal, then the diameter of circle is dash. Better fast.
ചോദിച്ചിരിക്കുന്നത് സർക്കംഫറൻസും ഏരിയയും ഈക്വലാ. അതിനർത്ഥം എന്തുവാ? പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πr എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്തുവാ? പൈയും കട്ട് ചെയ്ത് കളയാം. ആർ സ്ക്വയറിന്റെ ഒരാറും ഒരാറിന്റെ വെട്ടി കളയാം. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് എന്ത് കിട്ടും? 2. അപ്പൊ ഡയമീറ്റർ എന്തായിരിക്കും? ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? എടാ ഏരിയയും സർക്കംഫറൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോൾ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ, സർക്കംഫറൻസ് 2πr, അത് രണ്ട് ഈക്വലാ. ഈക്വൽ ആയിട്ടുള്ള കട്ട് ചെയ്ത് കളയുമ്പോൾ r ഈസ് 2 വരും. റേഡിയസ് 2 ആണ്, ഡയമീറ്റർ എത്രയാ? 4. Tan square 90 minus tan square എന്ന് പറഞ്ഞ സാധനം അതിനകത്തില്ലല്ലോ. ഇതോ? ഇത് എടാ അത് റിലേഷൻ ഐഡന്റിറ്റി. സൈൻ സ്ക്വയർ പ്ലസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എങ്ങനെയാ 1 ആവുന്നത്? പഠിച്ചിട്ടുണ്ടോ? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1. അങ്ങനെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എങ്ങനെയാ ആവുന്നത്? അല്ലെ സൈൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ, അങ്ങനെയാണ് ആവുന്നത്. അത് ഐഡന്റിറ്റി. അത് എങ്ങനെ വരുന്നതിന് ഒരു റിലേഷൻ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ. അപ്പൊ ചില ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പൊ സൈൻ 90 മൈനസ് തീറ്റ അത് കോസ് തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ അത് കോട്ട് തീറ്റ, തിരിച്ച് കോട്ട് 90 മൈനസ് തീറ്റ അത് ടാൻ തീറ്റ. അത് സ്ക്വയറിൽ വന്നാലും ക്യൂബിൽ വന്നാലും അത് തന്നെ. അതേപോലെ തന്നെ സീക് 90 മൈനസ് തീറ്റ കൊസീക് തീറ്റ, കൊസീക് 90 മൈനസ് തീറ്റ സീക് തീറ്റ. നീ അപ്പൊ അതെന്താ എന്നോട് ചോദിക്കാൻ? ഞാൻ പഠിപ്പിച്ച സമയത്ത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തുകൊണ്ടാ 1 വന്നേ? അതപ്പോ നീ എങ്ങനെ പഠിച്ചേ? അതൊരു ഐഡന്റിറ്റി ആയിട്ട് തന്നെയല്ലേ പഠിച്ചാണോ ജോനെ? അതുപോലെ ഉള്ളൂ, ഒരു കാര്യം എക്സ്ട്രാ ആയിട്ടൊരു കാര്യങ്ങളും പഠിക്കണ്ട. പഠിക്കണം അതെങ്ങനെയാ വന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലസ് ടു പോലും പഠിക്കാറില്ല. പിന്നെ ഇപ്പൊ പഠിക്കാം. ഇതിനകത്ത് പഠിക്കാം, ആവശ്യമുള്ള പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയോ, ഒരു കിടിലൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയോ ഈ എഴുതിക്കോ. ഈ ABC is an equilateral triangle. Equilateral triangle. Then the shaded region, shaded area is equal to dash. അതിനൊരു പടം തന്നിട്ടുണ്ട്, നോക്കിയോളൂ. പടം തന്നിട്ടുണ്ട്. ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിനകത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. Shaded part ഇതാണ്. ഞാൻ ഓൺലൈൻ
ഇത് ശരിക്കും ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിച്ചാൽ പോരെ? ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിച്ചിട്ട് ഏരിയ ഓഫ് ആ ഐസോസെലസ് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ? പോരെ? ആ, അതായത് ഈ ഏരിയ ഓഫ് സെക്ടർ കണ്ടുപിടിച്ചിട്ട്, അതായത് ഇത്ര ഭാഗം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ ഐസോസെലസ് ട്രയാങ്കിൾ ഏരിയ ചെയ്താൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഏരിയ ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഒരെണ്ണം പറഞ്ഞു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇപ്പൊ എഴുതിയിട്ടാണോ √3/4 ഇൻറ്റു സൈൻ സ്ക്വയർ. കേട്ടോ, അത് കണ്ടുപിടിച്ചിട്ടാണ്. അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ എളുപ്പം MCQ ആയത് എന്നുള്ള കാര്യം അത് മനസ്സിലായിക്കോണം. മറ്റേ രീതിയിലൊന്നും ചെയ്യാൻ പോകണം. Oh. If ABC is an equilateral triangle, then the shaded area is equal to ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇവിടെ
ഞാനൊരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ, പെട്ടെന്ന് MCQ ചെയ്യാനായിട്ട് പറഞ്ഞു തരട്ടെ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും MCQ ആയിട്ട്. അപ്പൊ നിങ്ങൾ സാധാരണ ഗതിയിൽ ചെയ്ത് ഒത്തിരി സമയം പോകും ഇല്ലേ? MCQ ചെയ്ത് ഒത്തിരി സമയം പോകും. എപ്പോഴും ആലോചിച്ചോണം, ഒരു ഐസോസ് എന്തായാലും നമുക്കിപ്പോ എന്തോ കണ്ടുപിടിക്കേണ്ടത്, ആ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഐസോസിലസ് ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്ത സെഗ്മെന്റ് ഏരിയ എടുത്തില്ലേ. അപ്പൊ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, കാരണം ഇത് 60 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരുന്നു 120. അപ്പൊ θ/360 into pi r square ഇതിന്റെ മൊത്തം ഏരിയ ആയിട്ട് അതിൽ നിന്ന് ഈ ഐസോസിലസ് ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്യണം. ഐസോസിലസ് ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ പാടാം, അതല്ലേ നിങ്ങൾ പാടുപെടുന്നത്, അവിടെ പാടുപെടുന്നത്. ഇത് പഠിച്ചു വെച്ചിരിക്കുക, ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. രണ്ട് റേഡിയസും ഒരു ഹൈപ്പോട്ടനും ഒരു സൈഡും വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതായത് രണ്ട് റേഡിയസും ഒരു കോണും സൈഡായിട്ട് വരുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എന്താ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സെൻട്രൽ. തെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഞാൻ എളുപ്പം അതേപോലെ തന്നെ അവിടെ സൈൻ 120 വരത്തില്ലേ അല്ലേ? സൈൻ 120യുടെ വാല്യൂ കൂടെ എഴുതി വെച്ചോ. സൈൻ അതൊന്ന് കാണാൻ പഠിച്ചു വെച്ചോ. സൈൻ 120യുടെ വാല്യൂ √3/2 ആണ് കേട്ടോ, അതും കൂടെ എഴുതി വെച്ചോ. ഓ ഏതാ സൈൻ ഇത് എല്ലാം ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, ആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഓൺലൈൻ ചെയ്യുന്നവർ നോക്കിയോ, നമുക്ക് ഇതിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി, അല്ല ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഏരിയ ഓഫ് സെഗ്മെന്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏരിയ ഓഫ് സെഗ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ മൈനസ് എന്താ ഏരിയ ഓഫ് എന്താണ് ഈ ട്രയാങ്കിൾ, ശരിയല്ലേ? ഈ ട്രയാങ്കിൾ മൈനസ് ചെയ്താൽ പോലെ ഏരിയ ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുമ്പോൾ θ/360 into pi r square ആണ്, മൈനസ് ഏരിയ ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് പഠിച്ചോണം. റേഡിയസ് ആണ് രണ്ട് സൈഡും, കോഡാണ് ഒരു സൈഡെങ്കിൽ അങ്ങനെയുള്ള ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു
ആർ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. അത് ഓർത്ത് വെച്ചോണം. ഇനിയും നമുക്ക് ഇവിടെ എന്ത് കോമൺ എടുക്കാം? ഇവിടെ നമുക്ക് ആർ സ്ക്വയർ കോമൺ എടുക്കാം. ആർ സ്ക്വയർ കോമൺ ആൻസർ കംപ്ലീറ്റ്ലി കണ്ടുപിടിക്കണ്ട. ഓപ്ഷൻ കിടക്കുന്നത് π/3 പ്ലസ് √3/4 ഇൻറ്റു ആർ സ്ക്വയർ അങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഫുൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, 120 ഡിവൈഡ് ബൈ 360 ഇൻറ്റു πr സ്ക്വയർ മൈനസ് 1/2 ആർ സ്ക്വയർ കോമൺ എടുത്തല്ലോ. ആർ സ്ക്വയർ പുറത്തെടുത്തു, ബാക്കി ഹാഫ് ഇൻറ്റു എത്ര വരും? സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആർ സ്ക്വയർ ഇൻറ്റു ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും താഴെ. അപ്പൊ π/3 ഇവിടെ വരുന്നു, മൈനസ് 1/2 ഇൻറ്റു സൈൻ 120 എന്ന് പറയുമ്പോൾ √3/2 ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് ആർ സ്ക്വയർ ഇൻറ്റു π/3 മൈനസ് √3/4 എന്നാണ് വരുന്നത്. അതായിരിക്കും ആൻസർ. ഈ ഐസോസെലസിന്റെ പുതിയത് കണ്ടുപിടിച്ചത് ഓർത്ത് വെച്ചോണം. MCQ ചെയ്യണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ മറ്റേ എല്ലാം എന്ത് ചെയ്യണം? ഹൈപ്പോട്ടീസിസ് അതൊക്കെ വെച്ച് ചെയ്ത് വലിയ കുറെ നേരം സമയം എടുക്കും. അപ്പൊ ഇത് പഠിച്ചു വെച്ചോണം. ഇത് ഉറപ്പായിട്ട് ഈ ഒരു ചോദ്യം നാളെ ഉണ്ടാവും, ഒരു ഏതെങ്കിലും ഒരു സെറ്റ്. ഇവിടെ നോക്കി, ഇത് എങ്ങനെയാണെന്ന് അറിയോ? എന്താ സെഗ്മെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് സെഗ്മെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് സെക്ടർ ആണോ? മൈനസ് എന്താ? ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ ആണോ? ആണോടെ? ആണ്. നമുക്കറിയാം സെക്ടർ θ/360 ഇൻറ്റു എന്താ? πr സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് 2 സൈഡ് ആസ് റേഡിയസ് ആൻഡ് 1 സൈഡ് ആസ് കോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ കാണാൻ വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് 60 അല്ലേ? അപ്പൊ മറ്റേ പ്രോപ്പർട്ടി വെച്ചിട്ട് എത്ര വരും? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ വിത്ത് ട്വൈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ സെയിം ആർക്ക്. അപ്പൊ ഇവിടെ എത്രയാ? 120 ഡിവൈഡ് ബൈ 360 ഇൻറ്റു πr സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു സൈൻ 120. ഇവിടെ എന്ത് കോൺ എടുക്കാം? ആർ സ്ക്വയർ കോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കട്ട് ചെയ്താൽ 3. അപ്പൊ π/3 മൈനസ് ഇവിടെ എന്താ? സൈൻ 120 എന്ന് പറഞ്ഞാൽ എത്ര വരും? സൈൻ 120 എന്ന് പറഞ്ഞാൽ എത്ര വരും? അതായത് √3/2. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് 1/2 ഇൻറ്റു √3/2 ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ഇൻറ്റു π/3 മൈനസ് എന്താ? √3/4. ആൻസർ ഓപ്ഷൻ ഇങ്ങനെയാണ്. നിങ്ങൾ മറ്റേ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പോയാലും ഈ രീതി കിട്ടാൻ പോകും. മനസ്സിലായി? ഈ ആൻസർ അപ്പൊ നിങ്ങൾക്ക് ഏതാ ഓപ്ഷൻ എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ആയി പോകും. സമയം പോകും കേട്ടോ. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. The height and radius. The height and radius of cone of which the frustum is a part are h1 and r1 respectively. Height and radius of cone of which the frustum FRUSTUM പറഞ്ഞുതരാം. is a question is a part are h1 and r1 respectively. h1 and r1 respectively. If h2 and r2 are the heights and radius of the smaller base of the frustum respectively, and h2 is to h1 is equal to 1 is to 2, then r2 is to r1 is dash. Question പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം.
എന്തുവാ എന്തുവാ ജോഹാനെ ഈ ഫ്രസ്റ്റം എന്ന് പറഞ്ഞ? അറിയത്തില്ല. കോണിന്റെ മുകളിലത്തെ പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനമാണ് ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഇരിക്കുന്ന കോണിൽ ഇത് കട്ട് ചെയ്തോ, കാരണം ബാക്കി ഇതിനാണ് ഫ്രസ്റ്റം. നാളെ ഒരു ചോദ്യം ഉണ്ടാവും, ഫ്രസ്റ്റം. അയ്യോ സാറ് പഠിപ്പിച്ചിട്ടില്ല ഫ്രസ്റ്റം. The height and radius of cone of which the frustum is a part are H1 and H1 and R1 respectively. If H2 and R2 are the height and radius of smaller base of frustum respectively, and H2 is to H1 is 1 is to 2, then R2 is to R1 is dash. അറിയാവോ? ഇല്ല, അറിയത്തില്ല. ഇവിടെ ഒരു കോൺ ആണല്ലോ. ഓക്കെ, ഇതതിന്റെ കട്ട് ചെയ്ത പോർഷൻ തെറ്റാണല്ലോ. ഓക്കെ, ഈ ഹൈറ്റിന്റെ കാര്യങ്ങളൊക്കെ എന്തോ പറഞ്ഞു പറഞ്ഞേ. ഹൈറ്റിന്റെ കാര്യം എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞേ. അറിയണേ, ഹൈറ്റിന്റെ കാര്യം എന്തോ പറഞ്ഞു. The height and radius of cone of which the frustum is a part. അപ്പം മൊത്തത്തിലുള്ള ഹൈറ്റ് ആണ് നിൽക്കുന്നത്. റേഡിയസ് R1, ഹൈറ്റ് എത്രയാണ് മൊത്തം? എത്ര? H1 ആണ് നിൽക്കുന്നത് അല്ലേ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ പറഞ്ഞിരിക്കുന്നത് if H2 and R2 are the height and radius of a smaller base of frustum, അതായത് ആ താഴത്തെ അങ്ങനെയാണെങ്കിൽ H2 is to H1. അപ്പോൾ ഇത് അതായത് ഇത്രയും എന്താണ്, ഇത്രയും ഹൈറ്റ് H2, ഇത്രയും റേഡിയസ് ആണ്. നോക്കിയേ, ഞാൻ പേര് കൊടുക്കാം AOB. ഇത് O' കൊടുക്കാം, ഇത് C. ഞാൻ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ അല്ലേ?
കോൺഗ്രുവന്റ് അല്ലേ രണ്ട് ട്രയാങ്കിൾ അല്ലേ? ഇതിന് ആംഗിൾ ഇതിന് ആംഗിൾ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിൾ ഈക്വൽ എ പോസിറ്റീവ് വെച്ചാൽ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ട്രയാങ്കിൾ AOB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എന്നാണ്. ഇത് സിമിലർ ടു ട്രയാങ്കിൾ എന്നാണ്. കോൺഗ്രുവന്റ് അല്ല സിമിലർ ആണ്. സിമിലർ ടു ട്രയാങ്കിൾ എന്നാണ് AO ഡാഷ് C. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എന്താണ് എഴുതാം? AO divided by AO dash equal to OB divided by O dash C. ഇതാവും. AO എന്താ? ഇത് നോക്കിയേ. മൊത്തം H ഇത് H2. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? AO. H1 minus H2 അല്ലേ വരുന്നത്? H1 minus H2 അല്ലേ വരുന്നത്? AO dash എന്താ? AO dash എന്താ? H1. ആണോ? Equal to എന്താ? OB എന്താ? R2. ഇതെന്താ? O dash എന്താ? R1. നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? R2 ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ H1 divided by H1 minus എന്താ? H2 divided by H1 എന്നാണ്. H2 divided by H1 ന്റെ ആൻസർ ആണ് തന്നിട്ടുണ്ടോ? 2/1 അത് 1/2. H2 is to H1 എന്ത് പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഇത് നമുക്ക് 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് 1. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു R2 by R1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 minus 1/2 ഈക്വൽ ടു R2 by R1. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോകും 2 minus 1/2 ഈക്വൽ ടു R2 by R1. അങ്ങനെയാണെങ്കിൽ 1/2 ഈക്വൽ ടു R2 by R1. അങ്ങനെയാണെങ്കിൽ R2 is to R1 എന്താ? 1/2. R2 corresponding 1 എഴുതണം, R1 corresponding 2. ഫസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കഥ പോയി കഴിഞ്ഞു അല്ലേ? അത് ഓർത്തോണം. ഓൺലൈൻകാർ നോക്കിയോ? ഇവിടെ നോക്കിയോ? ഒരു കോണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒരു കോൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ കോണിന്റെ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഫ്രസ്റ്റം എന്ന് പറയുക. ഓക്കെ, ഇത് കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന എന്താ? അതാണ് ഫ്രസ്റ്റം. അതായത് ഞാൻ റഫായിട്ട് തന്നെ ഇവിടെ വരച്ച് കാണിക്കാം. ഇങ്ങനെ അതിന്റെ പകുതി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകും. കണ്ടോ? ഇതിനെയാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് രണ്ടും ഈ പടത്തിനകത്ത് തന്നെ വരയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് R1 ആണ്, ഇത് R2 ആണ്. ഓക്കെ, ഈ കോണിന്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H1 ആണെന്നും അതിന്റെ റേഡിയസ് R2 ആണെന്നും തന്നിട്ടുണ്ട്. സോറി, R1 ആണെന്നും തന്നിട്ടുണ്ട്. ഇതാണ് R1, ഇത് R2, ഇത് R1. ആ ഫ്രസ്റ്റത്തിൻ്റെത് റേഡിയസ് R2. അതേപോലെ നിങ്ങൾ ഒരു മിനിറ്റ്
ഓൺലൈൻ ഇവിടെ നോക്കിക്കോളൂ. ഓൺലൈൻകാർ ഇവിടെ നോക്കണേ. ഓൺലൈൻകാർ ഇവിടെ നോക്കണം. അപ്പം ഇതായിരിക്കും ഇതിന്റെ മറ്റേ ഈ ഫസ്റ്റത്തിന്റെ ഹൈറ്റ് h2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിയേ, ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ മൊത്തം h1, ഈ h2 പോയി കഴിഞ്ഞാൽ ബാക്കി ഈ ഹൈറ്റ് h1 മൈനസ് h2 ആണ്. ഞാൻ ഇതിന് AOB എന്നും ഇവിടെ O' C എന്നും കൊടുത്തു. അങ്ങനെയാണ് ഞാൻ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, സിമിലർ ആണ്, കാരണം നമുക്കറിയാം. ഇപ്പൊ ട്രയാങ്കിൾ AOB സിമിലർ ടു ട്രയാങ്കിൾ AO'C. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കുമല്ലോ. നമുക്ക് എങ്ങനെ എടുക്കാം? OB divided by O', C is equal to AO divided by AO'. OB എന്ന് പറയുമ്പോൾ R2 ആണ്, O', C എന്ന് പറയുമ്പോൾ R1 ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. AO എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി അവിടെ H1 മൈനസ് H2 ആണ്, ഡിവൈഡ് ബൈ H1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് R2 by R1 is equal to സ്പ്ലിറ്റ് ചെയ്തു H1 by H1 മൈനസ് H2 by H1 എന്നാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് H1 by H2 കട്ട് ചെയ്ത് കളഞ്ഞു. R2 by R1 is equal to 1 minus H2 by H1 എന്ന് പറയുമ്പോൾ H2 എന്ന് പറയുമ്പോൾ എന്താ? H2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, അതായത് 1 by 2 ആയിരുന്നു അല്ലേ? H2 by H1, H2 is to H1 1 is to 2 എന്നാണ് ഇരിക്കുന്നത്. LCM എടുക്കുന്നത് 2 minus 1 by 2 1 by 2. അപ്പം R2 is to R1 എന്ന് പറയുന്നത് 1 is to 2. R2 ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എഴുതുക, R1. നോക്കിയോ, ഒരു നല്ല ക്വസ്റ്റ്യൻ, അതായത് ഗോൾഡൻ ജോണറിലാണ് എഴുതിയോ. MCQ. If origin is the centroid, origin is the centroid of a triangle whose vertices are A എന്ന് പറഞ്ഞൊരു പോയിന്റ്, ക്യാപിറ്റൽ എ, അതിന്റെ കോർഡിനേറ്റ് സ്മോൾ ബി, അടുത്തത് ക്യാപിറ്റൽ ബി അടുത്ത പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് സ്മോൾ സി, അടുത്തത് സി, അതിന്റെ കോർഡിനേറ്റ് സ്മോൾ സി എ. then the value of a cube plus b cube plus c cube is dash. a cube plus b cube plus c cube. നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചോണം, എല്ലാ ഐഡന്റിറ്റിയും പഠിച്ചു നോക്കണം. എന്തുവാ a plus b plus c the whole cube എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഐഡന്റിറ്റി എല്ലാവർക്കും 1ാം ക്ലാസ് പഠിച്ചാൽ അതൊക്കെ പഠിച്ചു നോക്കണം കേട്ടോ. അതെല്ലാം പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടിയൊക്കെ വരും.
ഇവിടെ ഇപ്പം അതാ ഉപയോഗിക്കണം. വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി അല്ല എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ ഇതിന്റെ വാല്യൂ എടുത്തു. ഇതും ഈ പറഞ്ഞ ആ ട്രിഗ്നോമെട്രി അതിന്റെ ഐഡന്റിറ്റി വെച്ച് ചെയ്യുന്നതാണ്. ഐഡന്റിറ്റി വെച്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ഇ ക്യൂബ് മൈനസ് 3bc ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അങ്ങനെ ഒരു ഇതുണ്ട്. എന്താ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ആ ഐഡന്റിറ്റി കാണാതെ ഒഴിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒരു ട്രിക്ക് വേണോ അതോ ലോജിക്ക് വേണോ? ട്രിക്ക് പോലെ അല്ലെങ്കിൽ പാടാം, കുറച്ച് പാടാം. ഇതിന്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇതിന്റെ ഐഡന്റിറ്റി ഒന്ന് എഴുതി വെച്ചേ. എല്ലാവരും എഴുതി വെച്ചേ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc പറഞ്ഞുതരാം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റില് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്നാണ് ഇതിന്റെ ഐഡന്റിറ്റി. പഠിക്കണ്ട, ഐഡന്റിറ്റി പഠിക്കണ്ട, അതിനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എനിക്ക് പഠിക്കണ്ട. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എയുടെയും ബിയുടെയും സിയുടെയും സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? x is equal to x1 plus x2 plus x3 by 3. ഇവിടെ x1 എന്താ? a, y1 x2 എന്താ? b, x3 എന്താ? c. അപ്പം x കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ
എക്സ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 ആണോ? ആണല്ലോ. y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനോ? അതും എന്താ ബി പ്ലസ് സി പ്ലസ് എ ബൈ 3 തന്നെ ആണല്ലോ. സെൻട്രോയിഡ് ആണെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സും വൈ എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? അതായത് 0 ഈസ് ഈക്വൽ ടു നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്നും y കോർഡിനേറ്റ് 0 കൊടുക്കാം. 0 ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് എ ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. അതിനർത്ഥം എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ആണോ? പറഞ്ഞുതരാം. ചെയ്ത് 0 എന്ന് കിട്ടി. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഐഡന്റിറ്റിക്കകത്ത് ഒന്നുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സിക്ക് 0 എന്ന് കൊടുത്തേ. അപ്പൊ എന്തായി പോകും? ആ റൈറ്റ് സൈഡ് അല്ലേ എന്തായി പോകും? ഇവിടെ എ പ്ലസ് ബി പ്ലസ് സിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് അതൊക്കെ 0 ആയി. 0 ആയിട്ട് റൈറ്റ് സൈഡ് മൊത്തം എന്തായി പോകും? അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മൈനസ് 3 എ ബി സിനെ അപ്പുറത്ത് കൊണ്ടുവരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിന്റെ ആൻസർ എന്താ? പ്ലസ് 3 എ ബി സി. അതാണ് അതിന്റെ എം സി ക്യൂബിന്റെ ആൻസർ. പ്ലസ് 3 എ ബി സി. 3 എ ബി സി. ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇങ്ങനത്തെ ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ. വരുവാണെങ്കിൽ ഇതാണ് ആൻസർ. ഇതിനപ്പുറത്തെ ആൻസർ അല്ല. ഈ ഒറ്റ ടൈപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സെലക്ട് ചെയ്തിട്ടത്. കേട്ടോ? അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൺലൈൻ ഓഫ്ലൈൻ ഇരിക്കുന്നവർക്ക് നൽകും. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? സെൻട്രോയിഡ് ഒറിജിനൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എക്സ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എ ബി സി ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇതെന്താ? ബി സി എ ആണോ? ഇങ്ങനെയാണ് കോർഡിനേറ്റ് ആണല്ലോ. സെൻട്രോയിഡ് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ബി പ്ലസ് സി പ്ലസ് എ ബൈ 3 ആണല്ലോ. ഒറിജിനൽ ആണോ പറയുന്നത്? അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്താ? 0. ഇത് 0 is equal to a plus b plus c by 3. ഇവിടെ 0 is equal to b plus c plus a by 3. അപ്പൊ a plus b plus c is equal to a plus b plus c is equal to 0 ആണോ? നേരത്തെ നമ്മൾ നിങ്ങളോട് എന്താ പറഞ്ഞത്? a cube plus b cube plus c cube minus 3ac is equal to എന്താ? half into എന്താ പറയുന്നത്? half into എന്താ പറയുന്നത്? a plus b plus c into എന്താ പറയുന്നത്? എന്താ? a minus b the whole square ആണോ? ആണോ? അല്ല a plus b ആണോ? ഐഡന്റിറ്റി എന്താണ്? a minus b the whole square plus b minus c the whole square plus c minus a the whole square. a plus b plus c 0 ആയി കഴിഞ്ഞാൽ ഈ ഭാഗം 0 ആയി. ഈ ഭാഗം 0 ആയി കഴിഞ്ഞാൽ half into 0 into എന്ന് പറഞ്ഞാൽ മൊത്തം എന്താ? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ a cube plus b cube plus c cube is equal to 3ab. അതിന്റെ ആൻസർ ആണ് 3ab. കണ്ടതിൽ ഇച്ചിരി ബുദ്ധിമുട്ടും ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതിപ്പിക്കുവാണ്. കണ്ടതിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ആയിരിക്കുന്നില്ല പരീക്ഷ. പേടിക്കുന്ന നാളെ ഇച്ചിരി എളുപ്പമായിരിക്കും പരീക്ഷ. പേടിക്കുന്നു. ചെയ്തവരുടെ കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഈ റിവിഷനെങ്കിലും ചെയ്ത് പഠിച്ചവരുടെ കാര്യമാണ്. അവർക്ക് എളുപ്പമായി. അല്ലാത്ത ഇരുന്ന് നാളെ നല്ല രസമായി. എങ്ങനെയാ നിർത്തട്ടെ എന്നതേ? യു